ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 10-15 ചക്കച്ചുള വെച്ചിട്ട് നല്ല ഫ്രഷ് ചക്കച്ചുള ഞാൻ മേടിച്ചതാണ് കേട്ടോ. നോക്കാം നമുക്ക് എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. ഇവിടെ ചെറുങ്ങനെ പെരുങ്ങനെ മുറിച്ചിട്ട ചക്ക, പ്രത്യേക ഷേപ്പൊന്നും വേണ്ട. നമ്മൾ അത് കുറച്ച് ചെറുതായിട്ട് അതിലോട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം. ഏകദേശം ഈ കപ്പിന് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു. അങ്ങനെ അളവൊന്നും നോക്കണ്ട. ഇതിൻ്റെ മുകളിൽ ചെറുപ്പം മുകളിലായിട്ട് നിൽക്കണം, അത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ്. ചക്ക അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ചക്ക മൂടി വെച്ചു. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്ന് വെള്ളം ഒന്ന് വറ്റണം. നമുക്കൊന്നും കൂടെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഉപ്പ് ഒഴിക്കുകയാണ്. കുറച്ച് ഉപ്പ് നോക്കണം, ഉപ്പ് എത്രത്തോളം വേണോ എന്നൊക്കെ നോക്കണം. കണ്ടാൽ നന്നായിട്ട് കുഴഞ്ഞു വന്ന് നമുക്ക് ഇതിനകത്ത് ഒരാളെ ചേർക്കണം. ഇനിയിപ്പം ഇവിടെ ചക്ക നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ആയിക്കോട്ടെ, ഒന്ന് കുറുകണം. കുറച്ച് ഒന്ന് കുറുകണം. കോരി കുടിക്കുന്ന ഭാഗമല്ല, അതിലൊന്ന് കുറുകിക്കോട്ടെ. നമുക്കിനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം. പറ്റിച്ചേ പായസം വിചാരിച്ചില്ലേ? പായസമല്ല മക്കളേ. ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചിട്ടാലും മതി. ഞാൻ പൊടിയാനുള്ളത്. ഓവറാവണ്ട, നല്ല ടേസ്റ്റ് പോവും. ഇത് ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഈ ചക്ക ഞാൻ മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗാന്ധി തൈക്കാട്, തിരുവനന്തപുരത്ത് തൈക്കാട് ഗാന്ധി ഭവൻ, അവിടെ ഇങ്ങനെ നാടൻ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നല്ല ചക്ക ഫ്രഷായിട്ട് അവർ തരുന്നത്, നല്ല നീറ്റാക്കി. അപ്പോൾ അവർ പറഞ്ഞു തന്ന ഈ ചക്ക ഞങ്ങൾ അധികം എല്ലാവരും കഴിക്കില്ല, ഞാനാണ് ചക്ക കഴിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മതി എന്നപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ, നല്ല ടേസ്റ്റായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവനന്തപുരം സ്റ്റൈലിലെ ചക്ക പാൽക്കറി എന്ന് പറയാൻ ഒക്കില്ല, ചുമ്മയൊക്കെ തിന്നാൻ വേണമെങ്കിൽ. ഇത് പക്ഷെ വല്ലാണ്ട് വെന്തുപോയി. എനിക്ക് തോന്നുന്നത് അവരുദ്ദേശിച്ചത് നമ്മൾ കിഴങ്ങൊക്കെ വേവിക്കുമ്പോൾ കിഴങ്ങിങ്ങനെ വെന്തിങ്ങനെ നല്ല മാഷാവാതെ കിടക്കുമല്ലോ, അങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പം ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ആണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് പുതിയായിട്ട് വയ്യാം. ഇച്ചിരി ഉപ്പും കൂടെ വേണം. ഉപ്പ് ഞാൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പ് കുറച്ചും കൂടെ ഇടാം. 1 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാലെടുത്ത പാത്രത്തിൽ തേങ്ങയുടെ പാല് കളയേണ്ടെന്ന് വെച്ചിട്ട് അതിൽ കലക്കി ഉപ്പ് ഒഴിച്ചു. നോക്കാം, കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. കണ്ട, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. ഇതാണ് നമ്മുടെ ചക്ക പാൽ കറി എന്ന് പറയാം. ഇവിടെ നമ്മുടെ പാൽ ചക്ക റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ചക്ക കണ്ടോ. ഇതാണ് പാൽ ചക്ക. നല്ല സ്വാദാണ്, ഇപ്പം നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പാൽ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതാണിത്, സ്വാദുമുണ്ട്, അതിന് ഹെൽത്തിയാണിത് കഴിക്കുന്നത്. പച്ചച്ചക്കയാണ്. പച്ചച്ചക്ക നല്ലതാണ്, എല്ലാവർക്കും കഴിക്കാമല്ലോ പച്ചച്ചക്ക. ഇത്രയും നേരം ഇത് കണ്ട് ആസ്വദിച്ചതിന് എല്ലാവർക്കും നന്ദി.